ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, ഞാൻ പേഴ്സണൽ റീഡിങ്സ് ഒരു 1 മന്തോളം ഇനിയിപ്പോൾ പേഴ്സണൽ റീഡിങ്സ് എടുക്കില്ല. ഓക്കെ, അനൗൺസ് ചെയ്യാണ്. ബിക്കോസ് പറ്റുന്നില്ല. ഞാൻ ടാരോൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് കാരണം എനിക്ക് അതിനെക്കുറിച്ച് റെക്കോർഡിങ് കാര്യങ്ങൾ അങ്ങനെ ഒരു സമയത്തിൻ്റെ ആവശ്യമുണ്ട്. സോ ഞാൻ കുറച്ചത് പ്രിപ്പയർ ചെയ്യുന്ന ഒരു തിരക്കിലാണ്. പേഴ്സണൽ റീഡിങ്സ് എടുക്കുന്നില്ല തീരെ. ഓക്കെ, ഞാൻ നമ്പറിൽ ഞാൻ കൊടുത്തു വെച്ചിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ഇവിടെ ഓക്കെ, നമുക്ക് എനിവേ ഞാൻ റീഡിങ് എടുക്കാം. നിങ്ങൾക്ക് ഡിവൈൻ തരുന്ന മെസ്സേജ്, നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്ന മെസ്സേജ് എന്താ നോക്കാം. ഗൈഡൻസ് നിങ്ങൾക്ക് എന്താ വരുന്നത് ഇന്നത്തെ ദിവസത്തേക്ക്, അല്ലെങ്കിൽ ഓക്കെ, ഇത് ആരും ഇടയിൽ ഒരു മെസ്സേജ് ഞാൻ കണ്ടിരുന്നു, പിന്നെ ഞാൻ നോക്കിയപ്പോൾ റിപ്ലൈ ചെയ്യാൻ എനിക്ക് പറ്റിയതുമില്ല, കാരണം മിസ്സായിപ്പോയി. ഡേറ്റ് ഇടുമോ എന്ന് പറഞ്ഞാൽ ആരോ കണ്ട പോലെ തോന്നി. ഇത് ഡേറ്റ് നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. ഓക്കെ, ഇത് നിങ്ങൾ എന്ന് റീഡിങ് കണ്ടാലും ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആവും. അതിപ്പോൾ ഇന്ന് എന്ന് ഞാൻ പറയുമ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്ന ദിവസത്തിനെയാണ് ഞാൻ പറയുന്നത്. പക്ഷേ നിങ്ങൾ എന്ന് കണ്ടാലും വോട്ട് എവർ ഡേ, നിങ്ങളതിപ്പോൾ ഇന്ന് കണ്ടാലും ശരി, 10 ദിവസം കഴിഞ്ഞ് കണ്ടാലും ശരി, ഒരു 10 മാസം കഴിഞ്ഞ് കണ്ടാലും ശരി, 1 വർഷം കഴിഞ്ഞ് കണ്ടാലും ശരി, ഓക്കെ, ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആവും. നിങ്ങളുടെ അടുത്ത് ഈ വീഡിയോ എത്തുന്നത് അത് നിങ്ങൾ കാണേണ്ട സമയത്തായിരിക്കും. സോ ടൈംലെസ് റീഡിങ്സ് ആണ്. ഞാൻ ഇന്ന് എന്ന് പറഞ്ഞ് ചെയ്യുന്നു മാത്രം. സോ നിങ്ങൾ എന്ന് കേൾക്കുന്നോ അത് അന്നത്തെ ദിവസമായിട്ട് നിങ്ങളെടുത്തേക്കാം. ഓക്കെ, ഡേറ്റും കാര്യങ്ങളും നിങ്ങൾ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഇത് എനർജീസ് ആണ് നമ്മൾ പറയുന്നത്. ചിലപ്പോൾ ഈ എനർജീസ് നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കാം. ചിലപ്പോൾ ഒരു 10 മാസം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ഈ എനർജി നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നത്. സോ അങ്ങനെയാണ് ഈ കാർഡ് റീഡിങ്, നമ്മൾ ഈ ടാരോ റീഡിങ്സ് അങ്ങനെയാണ്. ഓക്കെ, സോ നിങ്ങളിത് എപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് റെസനേറ്റ് ആവും. ചിലത് ഞാൻ കൃത്യം ഡേറ്റ് വെച്ച് പറയും. നമ്മൾ ഫുൾ മൂൺ, ന്യൂ മൂൺ കാര്യങ്ങൾ അങ്ങനത്തെയൊക്കെ നമ്മൾ ഡേറ്റ് വെച്ചിട്ടും അല്ലെങ്കിൽ ആ മാസത്തിൻ്റെ ഇതൊക്കെ പറയും. അതൊഴിച്ചാൽ ബാക്കി ഞാൻ ചെയ്യുന്നത് ടൈംലെസ് റീഡിങ്സ് ആണ്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കാണാം, എപ്പോൾ വേണമെങ്കിലും നിങ്ങൾ ഇത് എപ്പോൾ കണ്ടാലും ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആവും. ഓക്കെ, ഞാനിതൊക്കെ ഓരോ ഇതിൻ്റെ വീഡിയോൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറയാൻ വിട്ടുപോകുന്നതാണ്. ഐ തിങ്ക് ഞാൻ കുറച്ച് ഓർത്ത് പറയാൻ ശ്രമിക്കാം. ആൻഡ് ഓക്കെ, നമുക്ക് ജനറൽ റീഡിംഗ് ആണിത്. ജനറൽ റീഡിംഗ് നിങ്ങൾക്ക് ഗൈഡൻസ് ആയിട്ട് യൂണിവേഴ്സ് എന്താ പറയുന്നത് നോക്കാം. വരുന്ന മെസ്സേജ് എന്താ നിങ്ങൾക്ക്. ചാരിയറ്റ്, കിങ് ഓഫ് പെൻറ്റിക്കിൾസ് ആൻഡ് 3 ഓഫ് പെൻറ്റിക്കിൾസ്. ഓക്കെ, കിങ് ഓഫ് കപ്സിൻ്റെ ജസ്റ്റിസ് ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഒരു മൂവ്മെൻ്റ് ആണ് എനിക്കിവിടെ ആദ്യം തന്നെ കാണുന്നത്. ഓക്കെ, മൂവ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഐ തിങ്ക് നിങ്ങളൊരു ഫോക്കസ് വെച്ച് ഒരു കാര്യത്തിന് വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ആ ശ്രമം നിങ്ങൾ വിജയിക്കുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. നിങ്ങൾക്ക് ബെനിഫിറ്റ് കൊണ്ടുവരുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. അത് ഫൈനാൻഷ്യൽ അബണ്ടൻസ് ആയിരിക്കാം, കാരണം ഇത് രണ്ടും പെൻറ്റിക്കിൾസ് കാർഡാണ്. സോ 3 ഓഫ് പെൻറ്റിക്കിൾസും കിങ് ഓഫ് പെൻറ്റിക്കിൾസും ഉണ്ട്. സോ നിങ്ങൾക്കൊരു ജോലിയിൽ എന്തെങ്കിലും കാര്യങ്ങളാവാം, കരിയറിൽ നിങ്ങൾക്കൊരു ജോലി കിട്ടുക, അല്ലെങ്കിൽ ജോലിയിൽ പ്രൊമോഷൻ വരിക, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച തരത്തിൽ ജോലിയിലൊരു എന്തെങ്കിലും കരിയറിലൊരു ഗ്രോത്ത് എന്ന രീതിക്ക് പറയാം. ഓക്കെ, ഫൈനാൻഷ്യൽ അബണ്ടൻസ് ആയിരിക്കാം, ഫൈനാൻഷ്യൽ കാര്യങ്ങളുടെ ഇതായിരിക്കാം. ഒരു യാത്ര എന്ന് കാണുന്നുണ്ട്. യാത്ര മാത്രമല്ല, ഐ തിങ്ക് ഇവിടെ നിങ്ങളൊരു നല്ലോണം ഫോക്കസ് വെച്ച് ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നിങ്ങളൊരു ഗോൾ തീരുമാനിച്ച്, ഐ തിങ്ക് ഇന്നലെയും വന്നത് അതായിരുന്നു, നിങ്ങളുടെ ഒരു ആഗ്രഹം ഉണ്ടെന്നല്ലേ ഐ തിങ്ക്. ഓക്കെ, എന്തായാലും ഇവിടെ ചാരിയറ്റ് കാർഡ് പറയുന്നത് നിങ്ങൾ മൈൻഡ് ഫോക്കസ് വെച്ച് നിങ്ങൾ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതായത് ഈ ചാരിറ്റ് നമ്മുടെ ജനറൽ ടാരോയിൽ നമ്മൾ പറയുമ്പോൾ 2 കുതിര കാണാറുണ്ട്. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? അറിയില്ല. ഓക്കെ, 2 കുതിരയാണ്. അപ്പം നമ്മുടെ മൈൻഡ് ഇങ്ങനെ ഡൈവേർട്ടായി പോകുന്ന കാര്യം, അല്ലെങ്കിൽ ഒരു തീരുമാനം എടുക്കുന്ന കാര്യമൊക്കെ പറയും നമ്മൾ. ഓക്കെ, മനസ്സ് നമ്മൾ എന്താ വേണ്ടെന്ന് തീരുമാനിക്കുന്ന തരത്തിൽ എന്നൊക്കെ പറയും. ഏത് ഡയറക്ഷനിൽ പോകണം എന്നുള്ളൊരു തീരുമാനം എടുക്കുന്നതായിട്ട് ഐ തിങ്ക് ഇവിടെ നിങ്ങൾ ആ ഫോക്കസ് നിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ ഇനി അത് ചെയ്യാൻ തുടങ്ങാം. ഓക്കെ, ഗൈഡൻസ് ആയിട്ട് നിങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങൾ ആ ഫോക്കസ് കൊണ്ടുവരിക എന്ന രീതിക്ക് പറയാം. ഓക്കെ, നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ തീരുമാനിക്കാം. ഓക്കെ, അത് തീരുമാനിച്ച് ആൻഡ് അതിന് നിങ്ങൾ ആക്ഷൻ എടുക്കുന്നതായിട്ട് കൂടി പറയാം. ഓക്കെ, നമ്മൾ അതിനു വേണ്ടി കൂടുതൽ പഠിക്കുക, നോളജ് ഗെയിൻ ചെയ്യുക, മറ്റുള്ളവരുടെ അടുത്ത് അഡ്വൈസ് ചോദിക്കുക എന്നത്തെ സെയിം എനർജിയാണ് ഐ തിങ്ക് വന്നത്. നിങ്ങൾ കാര്യങ്ങൾ ആരോടെങ്കിലുമൊക്കെ ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഓക്കെ, മറ്റുള്ളവരുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് എന്തെങ്കിലും ചെയ്യുന്ന കാര്യം, മനസ്സ് ബിസിനസ്സിൻ്റെ ആയിരിക്കാം, ബിസിനസ് ഐഡിയാസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഈവൻ ജോലി സ്ഥലത്ത് നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് കുറച്ചുകൂടി എന്താ പറയുക, എല്ലാവരും കൂടി ഒത്തൊരുമയോടെ നിങ്ങൾ കൊണ്ടുപോകാൻ ശ്രമിക്കുക, എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഈവൻ ഫാമിലിയിലായാലും, ഇപ്പോൾ ഫാമിലി മാറ്റേഴ്സിൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിലും നിങ്ങൾ ഫാമിലിയിൽ എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് നിങ്ങൾ എന്തെങ്കിലും ഒരു എഫേർട്ട് ഇട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കാം. ഓക്കെ, അതിനുവേണ്ടി ഐ തിങ്ക് നിങ്ങൾ ആദ്യം പക്ഷേ അതിനുള്ള ഒരു ഫോക്കസ് നിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ അതായത് തീരുമാനിച്ചു യെസ് ഇല്ല, ഇനി നമുക്ക് കാര്യങ്ങൾ എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് കൊണ്ടുപോകണം, എങ്ങനെയെങ്കിലും ചെയ്ത് മറ്റുള്ളവർ ഹെൽപ്പ് ഇല്ലെങ്കിൽ കൂടി ഓക്കെ നിങ്ങളുടെ ടാലൻസ് റെക്കഗ്നൈസ് ചെയ്യുമെന്നും പറയാം. നിങ്ങളുടെ ടാലൻസിൻ്റെ കാര്യമായിരിക്കാം, നിങ്ങളുടെ കഴിവുകൾ
ഓക്കെ, നിങ്ങൾ ഇവിടെ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുക, അത്തരത്തിലാവാം. ഓക്കെ, ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന പല കാര്യങ്ങളൊക്കെ ആയിരിക്കാം, ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ പഠിക്കാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കാം. ഓക്കെ, ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾ തീരുമാനിച്ച് നിങ്ങൾ ഒരു ആക്ഷൻ എടുക്കുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്, മുന്നോട്ട് പോകുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. അത് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കിങ് ഓഫ് പെന്റിക്കിൾസ് എനർജിയാണ്. സോ നിങ്ങൾക്ക് അഗൈൻ ഞാൻ പറഞ്ഞ പോലെ കരിയർ ഗ്രോത്ത്, അബൻഡൻസ് എന്ന രീതിക്ക് എടുക്കാം. ഈവൻ മാരേജിന്റെ കാര്യം കൂടി ആവാം ഇവിടെ. ഓക്കെ, കുറച്ച് പേർക്ക് നിങ്ങൾക്ക് മാരേജിന്റെ കാര്യം ആവാം, കാരണം ഇവിടെ കിങ് ഓഫ് കപ്സ് കൂടി ഉണ്ടായിരുന്നു. ഓക്കെ, ഐ തിങ്ക് നിങ്ങൾക്കിപ്പോൾ ഏതെങ്കിലും വ്യക്തിയെ നിങ്ങളുടെ ഭാഗത്താവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു വ്യക്തി ഉണ്ടാവാം. ഓക്കെ, നിങ്ങളുടെ ഒരു ലൈഫിൽ ഒരു വ്യക്തി നിങ്ങളുമായിട്ട് ലൈക്ക് വളരെ കാലമായിട്ട് നിങ്ങൾ റിലേഷൻഷിപ്പിലൊക്കെ ആയിരുന്നാണെങ്കിൽ ആ റിലേഷൻഷിപ്പ് നെക്സ്റ്റ് ലെവലിലേക്ക് പോകുമെന്ന് പറയാം. ഓക്കെ, അതായത് നിങ്ങളുടെ ഒരു ഗ്രോത്ത് എനിക്ക് കാണുന്നുണ്ട്, നിങ്ങളുടെ ന്യായം നടക്കും എന്നും കാണുന്നുണ്ട്. നൈറ്റ് ഓഫ് വാൻസും ഉണ്ട്, വെരി ഗുഡ്. ഓക്കെ, വീൽ ഓഫ് ഫോർച്യൂൺ. ഓക്കെ, സമയം മാറി വരെ തന്നെയാണ്. യെസ്, മാരേജ് ഓപ്പർച്യൂണിറ്റി ആണ്. വാവ്, ഓ മൈ ഗോഡ്. ഓക്കെ, ഇത് വളരെ സ്ട്രോങ് ആയിട്ട് ഇപ്പോൾ വന്നു. ഓക്കെ, ഐ തിങ്ക് നിങ്ങൾ ഏതെങ്കിലും ഒരു വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ മനസ്സിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ യെസ്, ആ വ്യക്തി നിങ്ങൾക്ക് കമ്മിറ്റ്മെന്റ് തരും, നിങ്ങളുടെ റിലേഷൻഷിപ്പ് നെക്സ്റ്റ് ലെവലിലേക്ക് അവർ കൊണ്ടുപോകും. ഓക്കെ, തീർന്നു. പക്ഷെ ഇതിന് നിങ്ങൾ രണ്ടുപേരും ഒത്തൊരുമിച്ച് ഒരു തീരുമാനങ്ങൾ ചിലത് എടുക്കേണ്ടതുണ്ട്. സംസാരിച്ച് കാര്യങ്ങൾ ഒത്തൊരുമയോടെ കൊണ്ടുപോകും, മീൻസ് കൊളാബറേറ്റ് ചെയ്ത് നിങ്ങളുടെ തീരുമാനങ്ങൾ എടുക്കാം. ഓക്കെ, അതാണ് ഇവിടെ എനിക്ക് മെയിനായിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് ഒരു മാരേജിൻ്റെ കാര്യം വന്നിട്ടുണ്ട് ഇവിടെ, അല്ലെങ്കിൽ കമ്മിറ്റ്മെൻറ്റ്, റിലേഷൻഷിപ്പ് നിങ്ങൾ തമ്മിൽ മീറ്റ് ചെയ്യാനുള്ള ചാൻസ്, അങ്ങനെയും പറയാം. ഓക്കെ, നിങ്ങൾ ആരെങ്കിലും മീറ്റ് ചെയ്യാനുള്ള ചാൻസ് ആയിരിക്കാം. നെക്സ്റ്റ് ലെവൽ ഓഫ് ഗ്രോത്ത് എന്ന് പറയാം. അതായത് കിങ് ഓഫ് കപ്സ് വിൽ ബിക്കം കിങ് ഓഫ് പെന്റിക്കിൾസ്. അതായത് കിങ് ഓഫ് കപ്സ് പറഞ്ഞാൽ നമ്മൾ ഇമോഷൻസ് പറയുക, ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യുക, സ്നേഹമുണ്ട് എന്ന രീതിക്ക് പറയും. കിങ് ഓഫ് പെന്റിക്കിൾസ് കുറച്ചുകൂടി നമ്മൾ മെച്യൂർഡ് ആയിട്ടുള്ള ഒരു പ്രാക്ടിക്കലായിട്ട് അപ്രോച്ച് എടുക്കുക, മാരേജ് കമ്മിറ്റ്മെന്റ് തരിക, മാരീഡ് ആവുക എന്ന രീതിക്കൊക്കെയാണ്. സോ ഇത് നിങ്ങളുടെ എനർജി ആയാലും ശരി, നിങ്ങൾ ആരോടെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ മാരേജ് ഓഫർ കൊടുത്ത് ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകും. അല്ലാത്തവർക്ക് ലൈക്ക് നിങ്ങൾക്ക് ആരെങ്കിലും ഓഫർ തരാനുള്ള സാധ്യതയാണ്. ഓക്കെ, നിങ്ങളുടെ മാരേജ് വരാനോ, മാരേജുമായിട്ട് അല്ലെങ്കിൽ മാരേജ് എന്ന് മാത്രമല്ല എന്തെങ്കിലും നിങ്ങൾ തമ്മിൽ സ്റ്റേബിൾ ആയിട്ടൊരു റിലേഷൻഷിപ്പ് മുന്നോട്ട് വരും എന്ന് പറയാം. ഓക്കെ, ആൻഡ് അഗെയിൻ കരിയറിൻ്റെ കാര്യത്തിൽ കൂടി ഞാൻ പറഞ്ഞു, കരിയർ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിലും നിങ്ങൾ ഇഷ്ടപ്പെട്ട ഒരു ജോലി നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യതയാണ്. ആൻഡ് നിങ്ങൾക്ക് ലൈക്ക് നിങ്ങൾ ഹാപ്പി ആവും, നിങ്ങൾ ഇമോഷണലി ഓൾസോ ഹാപ്പി ആവും, ഫൈനാൻഷ്യലി ഓൾസോ ഹാപ്പി ആവും എന്ന രീതിക്കും പറയാം. ഓക്കെ, ആൻഡ് ഇവിടെ ന്യായം കിട്ടുന്നതായിട്ടാണ് കാണുന്നത്. സോ റിലേഷൻഷിപ്പിൽ ഇതുവരെ നിങ്ങളുടെ പേഴ്സൺ ഒരു തീരുമാനം എടുത്തില്ല, അങ്ങനെയാണെങ്കിൽ അവർ തീരുമാനം എടുക്കും എന്ന് പറയാം. ഓക്കെ, ആരെങ്കിലും നിങ്ങളെ ചൂസ് ചെയ്യുന്ന കാര്യമായിരിക്കാം. അഗെയിൻ ഞാൻ പറഞ്ഞു, ഒരു തീരുമാനം എടുക്കുന്ന പറഞ്ഞു അല്ലേ. സോ ചോയ്സ് അല്ലേ, നിങ്ങൾ ചിലപ്പോൾ തീരുമാനം എടുക്കുന്നതായിരിക്കാം നിങ്ങളുടെ ലൈഫിൽ ആര് വേണം എന്നുള്ളത്. രണ്ടുപേര് ചോയ്സ് ഉണ്ടെങ്കിൽ ആ ഒരു തീരുമാനത്തിൻ്റെയും ആവാം. ഓക്കെ, അങ്ങനെയെല്ലാം പറയാം. ഇവിടെ പല സിനാരിയോസാണ് പലരും കാണുന്നുണ്ടാവും. ജോലിയുടെ കാര്യത്തിലാണെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് ഓക്കെ ഇമോഷണലി ഇഷ്ടമുള്ള ഒരു ജോലിയായിരിക്കും ഒരു ഓഫർ. ഓക്കെ, വേറൊരു ഓഫർ മേ ബി കുറച്ചുകൂടി പ്രാക്ടിക്കലായിട്ട് മണി വൈസ് ചിലപ്പോൾ നല്ലതായിരിക്കാം. സോ ആ തീരുമാനമെടുത്ത് നിങ്ങൾ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നതായിരിക്കും, അങ്ങനെയും പറയാം. ബിസിനസ് വേണോ അതോ മീൻസ് ജോലിയായിട്ട് സ്റ്റേബിൾ ജോലിയായിട്ട് വേണോ എന്ന് ചിന്തിക്കുന്നതായിരിക്കും. എന്തോ ഒരു തീരുമാനം ഇവിടെ വരുന്നുണ്ട്, ജസ്റ്റിസ് ഇവിടെ കാണുന്നുണ്ട്. സോ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഒരു മുന്നോട്ടൊരു നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് ഒരു മൂവ്മെൻ്റ് ആണ് കാണുന്നത്. ജോലി കരിയറിൻ്റെ കാര്യത്തിൽ ഒരു ഗ്രോത്ത് എന്ന് പറയാം. ഓക്കെ, കുറച്ച് പേർക്ക് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ നല്ല ജോലി കിട്ടുക, അല്ലെങ്കിൽ കുറച്ചുകൂടി പ്രൊമോഷൻ കിട്ടുക, മേ ബി ജോലിക്ക് വേണ്ടി യാത്ര എന്നുകൂടി ഞാൻ പറയാം. ചാരിറ്റ് അപ്പോൾ നിങ്ങൾ മാറണോ വേണ്ടേ എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ യെസ്, ഈവൻ ജോലി ചേഞ്ച് എന്നോ അങ്ങനെയാവാം, ഉള്ള ജോലിയിൽ നിന്ന് വേറെ ഏതെങ്കിലും ജോലിക്ക് മാറുമായിരിക്കാം, അങ്ങനെയാവാം. ഓക്കെ, എന്തായാലും നിങ്ങൾക്കിവിടെ ഒരു സാറ്റിസ്ഫാക്ഷനും കിട്ടും, നിങ്ങൾക്ക് സന്തോഷങ്ങളും വരും. ലൈക്ക് മണി വൈസ് ആയാലും ഇമോഷൻസ് വൈസ് ആയാലും ഓക്കെ, രണ്ടിലും ഒരു സന്തോഷം വരുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. അതിനു വേണ്ടി യെസ്, ഈ ഒരു തീരുമാനം അത് ചിലപ്പോൾ നിങ്ങളുടെ ഭാഗത്തു നിന്നാണോ അതോ ഇനിയിപ്പോൾ വേറെ വ്യക്തിയുടെ ഭാഗത്തു നിന്നാണോ എന്നുള്ള മാത്രമേ ഡൗട്ടുള്ളൂ. അത് നിങ്ങളുടെ ഓരോരുത്തരെയും സിറ്റുവേഷൻ അനുസരിച്ചിരിക്കും. ഓക്കെ, നിങ്ങൾ വ്യക്തി തീരുമാനം എടുക്കുന്നതാണെങ്കിൽ യെസ്, അവർ നിങ്ങളെ ചൂസ് ചെയ്യും എന്ന് പറയാം. ഓക്കെ, മാരേജ് കമ്മിറ്റ്മെൻറ്റ് വരെ എത്താനുള്ള സാധ്യതയാണ്. ഈവൻ ജോലിക്ക് നിങ്ങളെ ചൂസ് ചെയ്യുമെന്ന് പറയാം. ഓക്കെ, ജോലിയുടെ അവിടെ ആയാലും നിങ്ങൾക്ക് വേറൊരു വ്യക്തി കൂടി ലൈക്ക് എന്തായാലും മറ്റുള്ളവരെ മേലെ നിങ്ങളെ ചൂസ് ചെയ്യുമെന്ന് പറയാം. നിങ്ങൾക്ക് അബൻഡൻസ് വരുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, ഐ തിങ്ക് ഇന്നത്തെ എനർജി നല്ല പോസിറ്റീവ് എനർജിയാണ്. നിങ്ങൾ അതിന് വേണ്ടിയുള്ള ഐ തിങ്ക് ഇപ്പോൾ സ്റ്റെപ്സ് പറയുകയാണെങ്കിൽ മേ ബി തീരുമാനങ്ങൾ എടുക്കലും അതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നിങ്ങൾ ചെയ്യലും ആയിരിക്കാം. അതിനുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുമെന്ന്. ഓക്കെ, നല്ല പോസിറ്റീവ് എനർജി. ഓക്കെ, വെരി നൈസ്. അഫർമേഷൻസ് നോക്കാം നമുക്ക്. ഞാൻ ഇത് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, വെരി നൈസ്, ബ്യൂട്ടിഫുൾ. ഓക്കെ, ഇവിടെ ടുഡേ ഐ എം സ്പെഷ്യൽ, ടുഡേ ഐ വിൽ റിയലൈസ് ദാറ്റ് ഐ എം എ യുണീക്ക് വൺ ഓഫ് എ കൈൻഡ് പേഴ്സൺ. ഓക്കെ, നിങ്ങൾ ഐ തിങ്ക് ഇവിടെ അവനവൻ്റെ വാല്യൂ നിങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങണം എന്നാണ് പറയുന്നത്. ഓക്കെ, ടുഡേ ഐ എം സ്പെഷ്യൽ. ഇത് നിങ്ങൾ മിറർ നോക്കിയിട്ട് ഇത് ഇന്നത്തെ ദിവസം നിങ്ങൾ ഈ 4 അഫർമേഷൻ നിങ്ങൾ പറയാൻ ശ്രമിക്കുക. വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ, ഞാൻ ഓരോന്നും കാണിക്കാം. ടുഡേ ഐ എം സ്പെഷ്യൽ, ടുഡേ ഐ വിൽ റിയലൈസ് ദാറ്റ് ഐ എം എ യുണീക്ക് വൺ ഓഫ് എ കൈൻഡ് പേഴ്സൺ.
ഓക്കെ, നിങ്ങൾ യുണീക്കാണ്. ഓക്കെ, നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. ഓക്കെ, വേറെ വ്യക്തികൾ നല്ല വ്യക്തികളുണ്ടാവും, ലൈക്ക് അവർ കഴിവുള്ള വ്യക്തികളുണ്ടാവും, പക്ഷെ അത് നിങ്ങളുടെ പോലെ ആവില്ല ഒരിക്കലും. ഓക്കെ, നിങ്ങളെങ്ങനെയാണോ അത് നിങ്ങൾ യുണീക്കാണ്. ഓക്കെ, നിങ്ങൾ സ്പെഷ്യൽ തന്നെയാണ്. ഓക്കെ, അത് അവനവനോട് പറയാതെ. ആൻഡ് ടുഡേ ഐ എം റെഡി ടു റിസീവ് ലവ് എന്നുണ്ട്. ടുഡേ ഐ എം ഓപ്പൺ ടു ബീങ് ലവ്ഡ് ബൈ അനദർ വെൽതി. ഓക്കെ, സോറി, ഞാൻ വെൽത്തി എന്നാണ് വായിച്ചത്. ഓക്കെ, ഹെൽത്തി പേഴ്സൺ. നമ്മൾ കിങ് ഓഫ് കപ്സ് എനർജി പറഞ്ഞു അല്ലേ. അപ്പം നിങ്ങൾക്ക് സ്നേഹം കിട്ടുന്നതായിട്ടും കാണുന്നുണ്ട് ഇന്ന ദിവസം. ഞാൻ പറഞ്ഞില്ല, ഒരു വ്യക്തി നിങ്ങളെ ചൂസ് ചെയ്യാനുള്ള ചാൻസ് ആണ്. സോ ടുഡേ ഐ എം റെഡി ടു റിസീവ് ലവ്. ടുഡേ ഐ എം ഓപ്പൺ ടു ബീയിങ് ലവ്ഡ് ബൈ അനദർ ഹെൽത്തി പേഴ്സൺ. ഹെൽത്തി പേഴ്സൺ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് ആരോഗ്യത്തിൻ്റെ അല്ല. ഓക്കെ, മാനസികമായിട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു വ്യക്തി, നല്ല മെച്യൂർഡ് ആയിട്ടുള്ള ഒരു വ്യക്തി എന്ന രീതിക്കാണ്. സോ അങ്ങനെ ഒരു വ്യക്തി നിങ്ങൾ നിന്ന് സ്നേഹം കിട്ടാൻ ഞാൻ അർഹനാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ടുഡേ ഐ എം പവർഫുൾ. ടുഡേ മൈ പൊട്ടൻഷ്യൽ ടു സക്സീഡ് ആൻഡ് കോൺകർ ചാലഞ്ചസ് ഈസ് ലിമിറ്റ്ലെസ്. ഞാൻ അതവന് ചാരിയറ്റ് കാർഡും ഉണ്ട്, നമ്മുടെ കിങ് ഓഫ് പെൻറ്റിക്കിൾസും ഉണ്ടായിരുന്നു. രണ്ടും പറയുന്നത് നിങ്ങൾക്ക്, ആൻഡ് ഈവൻ 3 ഓഫ് പെൻറ്റിക്കിൾസ് നിങ്ങളുടെ എഫേർട്ടിൻ്റെ കാര്യമാണ് പറയുന്നത്, നിങ്ങളുടെ കഴിവുകളുടെ കാര്യമാണ് പറയുന്നത്. സോ നിങ്ങൾക്ക് കഴിവുണ്ട്, നിങ്ങൾക്ക് എന്ത് ചാലഞ്ചും ഓവർകം ചെയ്യാൻ സാധിക്കും. ഓക്കെ, ചാരിയറ്റ് കാർഡും നമ്മൾ ചാലഞ്ചസ് എന്ന രീതിക്ക് പറയാം, ചാലഞ്ചസ് ഓവർകം ചെയ്യുന്ന രീതിയിൽ പറയാം. സോ ഇതും കൂടി നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക ഈ അഫർമേഷൻസ് എല്ലാം. ടുഡേ ഐ എം പവർഫുൾ. ടുഡേ മൈ പൊട്ടൻഷ്യൽ ടു സക്സീഡ് ആൻഡ് കോൺകർ ചാലഞ്ചസ് ഈസ് ലിമിറ്റ്ലെസ് എന്ന് പറയാം. ആൻഡ് ടുഡേ ഐ എം അഡ്വെഞ്ചറസ് എന്നുണ്ട്. ടുഡേ ഐ വിൽ ഗെറ്റ് ഔട്ട് ഓഫ് മൈ കംഫർട്ട് സോൺ ആൻഡ് ട്രൈ സംതിങ് ഐ ഹവ് നെവർ ട്രൈഡ് ബിഫോർ. ഓക്കെ, ഈ ചാരിയറ്റ് കാർഡ് നമുക്ക് അങ്ങനെയും പറയാം. എന്നിട്ട് നിങ്ങൾ എന്തെങ്കിലും ഇതുവരെ ചെയ്യാത്തൊരു കാര്യം നിങ്ങൾ ചെയ്യാൻ ഇറങ്ങുന്നതായിരിക്കാം. ഓക്കെ, ചിലപ്പോൾ ബോൾഡായിട്ട് നിങ്ങൾ ഒരു ആക്ഷൻ എടുക്കുന്ന കാര്യമായിരിക്കാം, നിങ്ങളുടെ മനസ്സിലുള്ള ഫീലിങ്സ് തുറന്നു പറയുന്ന കാര്യമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നുള്ള തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകുന്നതായിരിക്കാം. സോ എന്തോ നിങ്ങൾ ഒരു അഡ്വെഞ്ചറായിട്ട് ഇന്ന് ചെയ്യാൻ തയ്യാറാണ് എന്നാണ് പറയുന്നത്. Okay, today I'm adventurous. Today I will get out of my comfort zone and try something I have never tried before. ഓക്കെ, ഒരു ചെറിയ പേടികൾ ഉണ്ടാവാം, പക്ഷെ അത് നിങ്ങളെ പിന്നോട്ട് വലിക്കാൻ നിങ്ങൾ സമ്മതിക്കാതെ മുന്നോട്ട് പോവാം. ഓക്കെ, എന്തും ശ്രമിക്കാം. ഓക്കെ, സോ അപ്പം ഇന്നത്തെ റീഡിങ് ഇതാണ്. എല്ലാവർക്കും വളരെ പോസിറ്റീവായിട്ടിരിക്കുക. നല്ല പോസിറ്റീവ് റീഡിംഗ് ആയിരുന്നു. ക്ലെയിം ചെയ്യാം. നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.